വിറക് ശേഖരിക്കാൻ പോയ മൂന്നാർ നല്ലതണ്ണി കല്ലാർ എസ്റ്റേറ്റിൽ ഫാക്ടറി ഡിവിഷനിൽ നടരാജ് മരിച്ചത് വന്യജീവി ആക്രമണത്തിലെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വന്യജീവി ആക്രമണം സ്ഥിരീകരിച്ചതോടെ വനംവകുപ്പ് മരിച്ച നടരാജിന്റെ കുടുംബത്തിന് അടിയന്തര ധനസഹായമായി 5 ലക്ഷം രൂപ നൽകി. ജില്ലാ കളക്ടറുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നടരാജിന്റെ കുടുംബത്തിന് 4 ലക്ഷം രൂപ കൈമാറും. ചൊവ്വാഴ്ച വൈകിട്ടോടെയായിരുന്നു നടരാജിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ കല്ലാർ എസ്റ്റേറ്റിലായിരുന്നു ചൊവ്വാഴ്ച ഗൃഹനാഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നല്ലതണ്ണി കല്ലാർ എസ്റ്റേറ്റിൽ ഫാക്ടറി ഡിവിഷനിൽ നടരാജാണ് മരണപ്പെട്ടത്. കാട്ടാന ആക്രമണത്തിലാണ് നടരാജ് മരണപ്പെട്ടതെന്ന ആരോപണവുമായി പ്രദേശവാസികളും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും രംഗത്ത് വന്നിരുന്നു. മരിച്ച നടരാജിന്റെ മൃതദേഹം ഇന്നലെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്തിച്ച പോസ്റ്റ്മോർട്ടം നടത്തി. നടരാജന്റെ മരണകാരണം വന്യജീവി ആക്രമണമാണെന്ന് സ്ഥിരീകരിച്ചു. ഇതേ തുടർന്നാണ് വനംവകുപ്പ് നടരാജിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ അടിയന്തര ധനസഹായം കൈമാറിയത്. ജില്ലാ കളക്ടറുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നടരാജിന്റെ കുടുംബത്തിന് 4 ലക്ഷം രൂപയും കൈമാറും. വനംവകുപ്പ് ആകെ 10 ലക്ഷം രൂപ നടരാജിന്റെ കുടുംബത്തിന് നൽകും. ഇന്നലെ നൽകിയ തുകയ്ക്ക് പുറമേയുള്ള 5 ലക്ഷം രൂപ വനംവകുപ്പ് മറ്റ് നിയമ നടപടികൾ പൂർത്തീകരിച്ച ശേഷമാകും കുടുംബത്തിന് നൽകുക. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2-ന് നടരാജിന് സമീപമുള്ള വനമേഖലയിൽ വിറക് ശേഖരിക്കാൻ പോയിരുന്നു. വൈകിട്ട് 6 കഴിഞ്ഞിട്ടും തിരിച്ചെത്താത്തതിനെ തുടർന്ന് ബന്ധുക്കളും എസ്റ്റേറ്റ് തൊഴിലാളികളും വനമേഖലയിൽ പരിശോധന നടത്തിയപ്പോഴാണ് നടരാജിന്റെ മൃതദേഹം കണ്ടെത്തിയത്. നഷ്ടപരിഹാരം നൽകാതെ നടരാജിന്റെ മൃതദേഹം നീക്കാൻ അനുവദിക്കില്ലെന്ന് പ്രദേശവാസികൾ നിലപാടെടുത്തു. പിന്നീട് അടിയന്തര സഹായം അനുവദിക്കുമെന്നുള്ള വനംവകുപ്പിന്റെ ഉറപ്പിന്മേലായിരുന്നു പ്രതിഷേധം അവസാനിപ്പിച്ചത്. മരണപ്പെട്ട നടരാജിന്റെ സംസ്കാരം ഇന്നലെ വൈകിട്ടോടെ നടത്തി. സിറ്റി വിഷൻ, മൂന്നാർ.